guys, welcome back to my YouTube channel. So പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പോവാം. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റേ തനിമലയിലൊക്കെ പറയണ പോലെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അജണ്ട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. ടൈം കുറച്ചുണ്ട്. സോ ലെറ്റ്സ് റീഡ് എ ബുക്ക്. എനിക്ക് ഈ പ്രാവശ്യം ഒരു അജണ്ടയുണ്ട്, ഈ വർഷമെങ്കിലും ഒരു 20 ബുക്സ് എങ്കിലും വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ഓൾറെഡി വായിച്ചു. ദാറ്റ് ഈസ് മലാല യൂസഫ്സൈസ്. ലൈക്ക് ഓ മൈ ഗോഡ്, ഐ ഫോർഗോട്ട് ദ നെയിം. ഈ ഒരു ബുക്ക്, ഇതാണ് ഞാൻ വായിച്ച ബുക്ക്. ദിസ് ഈസ് ലൈക്ക് മലാല യൂസഫ്സൈസ് ഫൈൻഡിങ് മൈ വേ. ലൈക്ക് ഐ ആം മലാല. ഞാൻ 9th പഠിക്കുമ്പോൾ വായിച്ചൊരു ബുക്കാണ്. ഐ വാസ് ഒബ്സസ്ഡ് വിത്ത് ഹെർ ഓട്ടോബയോഗ്രഫീസ്. ഞാൻ ലിറ്ററലി എൻ്റെ മമ്മീനോടൊക്കെ ചോദിച്ചാൽ പറയും, ലൈക്ക് ഞാൻ ഷാളൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് വരെ ഞാനിങ്ങനെ ഷാൾ ഇട്ട് നടക്കുമായിരുന്നു. ഞാനൊരു മലയാളിയാന്ന് വിചാരിക്കും. ഈ ചില സിനിമയിൽ കഥാപാത്രങ്ങൾ നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ ബുക്കിലെ കഥാപാത്രം ഞാനായി മാറി. ഞാൻ മലയാളിയായ പോലെ എനിക്ക് തോന്നി. അതേപോലെ ഐ വാസ് സോ എക്സൈറ്റഡ് വെൻ ഹെർ സെക്കൻഡ് ബുക്ക് റിലീസ്ഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്ലോബലി വേറെ ഒപ്പീനിയൻസ് ഒക്കെയാണ് വരുന്നത്, ബട്ട് ഐ കുഡ് കംപ്ലീറ്റ്ലി റിലേറ്റ് ടു ഹർ ബിക്കോസ് എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ബുക്ക് ഇറ്റ്സ് കോൾഡ് ദ വെജിറ്റേറിയൻ. ഇത് നോബൽ പ്രൈസ് കിട്ടിയൊരു ബുക്കാണ്. ആൻഡ് ഐ എം നോട്ട് എ ഫാൻ. ഞാൻ കഷ്ടപ്പെട്ട് ആണ് ഈ ബുക്ക് വായിക്കുന്നത്. ഞാൻ പകുതി വരെയൊക്കെ എത്തിച്ചു, പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കങ്ങോട്ട് ചവച്ചരച്ച്, ഞാൻ കൂർക്കയും ചീരയൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കും. എനിക്ക് പക്ഷെ ഒരു രീതിയിലും ഈ ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല. സോ ഐ വിൽ ഹാവ് ടു റീഡ്. സോ ഞാനിങ്ങനെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിച്ച് ബുക്ക് ടു റീഡ്. എനിക്ക് അധികം ബുക്ക് കളക്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ കുറച്ചും കൂടെ വേറെ ബുക്സ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ സ്റ്റഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്സാണ്. എനിക്ക് കുറച്ച് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ബുക്ക് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് എൻ്റെ നോർമൽ ബുക്സ് ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്സിൻ്റെ ജോൺറ എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ഫിക്ഷനാണ്. യെസ്, ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, ബട്ട് നോൺ ഫിക്ഷൻസും ഇഷ്ടമാണ്. ബട്ട് ഓഫ് ലേറ്റ്ലി ഐ എം ഇൻ ടു ഫിക്ഷൻസ്. കുറച്ച് ആ ഒരു വേൾഡിൽ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. മോസ്റ്റ്ലി ഞാൻ ഓട്ടോബയോഗ്രഫീസ് തന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് എനിക്ക് ലൈക്ക് ഐ ഡോണ്ട് സീ എനി പേഴ്സൺ ഹു ലൈക്സ് ഓട്ടോബയോഗ്രഫീസ്. നിനക്ക് ഓട്ടോബയോഗ്രഫീസ് ആണോ ഇഷ്ടം? കാരണം ആൾക്കാർക്ക് ജീവചരിത്രം വായിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ഇന്ദിരാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചാണ് ഞാൻ എൻ്റെ റീഡിങ്ങിലെ ഓട്ടോബയോഗ്രഫി ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഗാന്ധി, നെൽസൺ മണ്ടേല, APJ അബ്ദുൽ കലാം, അങ്ങനെ ഇങ്ങനെ കുറേ ഓട്ടോബയോഗ്രഫീസ് വായിച്ചു. ആൻഡ് of all them, like Malala's is my favorite and Nelson Mandela's too. Now ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് ആര് പേടിക്കണ്ട, ക്ലോസ് ടു ഡെത്ത് ആണ്. ഇറ്റ്സ് ആന്റണി ഹൊറോവിറ്റ്സിൻ്റെ ഫാനാണ് ഗൈസ് ഞാൻ. ആൻഡ് അതിൻ്റെ ഒരു ഫിക്ഷൻ ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഐ ക്യാൻ റീഡ് ദിസ് ആൻഡ് ഐ ഹാവ് ടു റൈറ്റ് ലൈക്ക് അതിൻ്റെ റിവ്യൂ എഴുതാനുണ്ട്. ആൻഡ് ഐ സ്റ്റിൽ ഹാവ് ടു റൈറ്റ് എ റിവ്യൂ അബൌട്ട് ഐ ആം മലാല. ഞാൻ റിവ്യൂ എഴുതാനൊരു കുഞ്ഞു ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് എനിക്കിപ്പോഴും അറിയില്ല ലൈക്ക് ഞാൻ എന്തിനാണ് റിവ്യൂ എഴുതുന്നത് എന്നുള്ളത്. ബിക്കോസ് ഐ ജസ്റ്റ് സോർട്ട് ഓഫ് റൈറ്റ് ഇറ്റ്. എന്തായിരുന്നു എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഐ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ എ വെരി സ്മോൾ ബുക്ക്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റിവ്യൂസ് ഒക്കെ എഴുതിയ ബുക്ക് ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഐ ജസ്റ്റ് സോർട്ട് ഓഫ് ലൈക്ക് സ്ക്രിബിൾ അറൗണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. എനിക്ക് IELTS-ന് ആക്ച്വലി നല്ലൊരു സ്കോർ കിട്ടാൻ കാരണം ഇസ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഐ യൂസ് ടു റൈറ്റ്. I just simply എൻ്റെ ഇതല്ല ഗൈസ് എൻ്റെ ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ്. മൈ ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ വായിച്ച ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സോ ദാറ്റ് ഓക്കെ, അന്ന് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഫീലിംഗ് എന്ന് എനിക്ക് ഓർക്കാമല്ലോ. ദാറ്റ്സ് ഓൾസോ സോർട്ട് ഓഫ് ജേർണലിംഗ് ഫോർ മീ. അപ്പോൾ നമുക്ക് ജേർണലിംഗ് ചെയ്യണം. ഐ എം റിയലി എക്സൈറ്റഡ് ടു ഡു മൈ ജേർണൽസ് അഗൈൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ നാട്ടിലായിരുന്ന ടൈമിൽ, പ്രത്യേകിച്ച് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ടൈം. സോ ലൈക്ക് ഹൗ ഐ യൂസ് ടു ജേർണൽ, അത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടിപൊളിയൊന്നല്ല, എന്നാലും കാണിച്ചു തരാം. ആൻഡ് അതാണ് എൻ്റെ ഈ വർഷത്തെ വൺ ഓഫ് ദ ലൈക്ക് അജണ്ട എന്ന് പറയുന്നത് ഈസ് ടു റീഡ് എ ലോട്ട്. റീഡ് ആൻഡ് ഇൻസ്റ്റയിൽ സ്ക്രോളിങ് ടൈം കുറയ്ക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്.
ഞാൻ വീട്ടിലുണ്ടെങ്കിൽ വൺ തിങ് ഐ ഡു ഏർലി ഇൻ ദ മോർണിംഗ്സ് എനിക്ക് ഇവിടുത്തെ വീടിൻ്റെ ഒരു മണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു രാവിലെ എണീറ്റിൻ്റെ ജനൽ തുറക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് പൊതുവെ എനിക്ക് കിട്ടാറില്ല. കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് ചെറിയൊരു കാറ്റ് മാത്രമേ വീശുള്ളൂ. സോ ഞാൻ വീടെല്ലാം ഒന്ന് ചന്ദനത്തിരി കത്തിച്ച് ഇതാക്കും. ഈ ചന്ദനത്തിരി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ദർ ആർ സ്റ്റിൽ ലൈക്ക് നമുക്ക് ഇന്ത്യൻ സ്റ്റോർ, ശ്രീലങ്ക സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിതിൻ്റെ മണം എക്സ്ട്രീംലി പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് മൈഗ്രെയിൻ ആൻഡ് ശ്വാസമുണ്ട്. അപ്പോൾ കുറച്ച് കത്തിച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇതാക്കും. പിന്നെ ഇവിടുത്തെ ലൈറ്റർ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ മനുഷ്യന്മാർ ഈ ലൈറ്റർ യൂസ് ചെയ്യണേന്ന്. ഞാൻ ആദ്യം ഇവിടുത്തെ ലൈറ്റർ വാങ്ങിച്ചിട്ട് അതിങ്ങനെ കറക്കും എന്തോ ആണ്, എനിക്ക് അറിയാൻ പാടില്ല അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു. ഇതിലേക്ക് നമ്മൾ എന്തൊരു സാധനം ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ മതി. I don't know. This place is a mess. I have my cookie. This is my favorite chocolate chip. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാനിന്ന് ഭയങ്കര മടിയായിട്ട് ഇരിക്കുമായിരുന്നു. ബട്ട് ഐ തോട്ട് ഓക്കെ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതല്ല, ലൈക്ക് ടു ഷോ അപ്പ് എവറി ഡേ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം എനിക്ക് മനസ്സിലായി. സോ ഐ ജസ്റ്റ് പിക്ക് അപ്പ് ദ ക്രേജ് ആൻഡ് ജിമ്മിലേക്ക് നടക്കുകയാണ്. ഗൈസ്, നമുക്ക് സ്ലീപ്പ് ഓവറിന് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ബൈ സം എറാൻഡ്സ്. ഗൈസ്, അപ്പോൾ നമ്മൾ സുമഗിയുടെ വീട്ടിൽ പോവാണ്. ഷീ ഈസ് ലൈക്ക് എ വെരി 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 ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ലൈക്ക് നമുക്കിങ്ങനെ ഒരു വിൽ ഫീൽ എ വാംത്ത് ലൈക്ക് അവിടെ നമ്മുടെ അടുത്തുള്ളപ്പോൾ. അപ്പോൾ ഞാൻ കുറേയായി എന്നെ വിളിക്കുന്നു, നീ ഈ പ്രാവശ്യം കൂടെ വന്നില്ലെങ്കിൽ തെറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് സോ ഐ തോട്ട് ഓക്കെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് യാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കില്ല. ഷീസ് ആക്ച്വലി എ ഫിസിയോതെറാപ്പിസ്റ്റ്. ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. വീട് അടുത്തടുത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. സോ നമുക്ക് അവളുടെ വീട്ടിൽ പോകും. ഷീസ് ടു ഓവർവെൽഡ്. അവൾ ഭയങ്കര ഓവർവെൽഡാണ്. എന്താ എടി ഞാൻ അതുണ്ടാക്കട്ടെ, ഇതുണ്ടാക്കട്ടെ, മറ്റതുണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുമ്മാ ഇരി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നീ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ വന്നിട്ടുണ്ടാക്കാന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോവാണ് ഗൈസ്. ജർമ്മനിയിലെ അപ്പാർട്ട്മെൻറ്റ്സ് പൊതുവേ ഇങ്ങനെയാണ്, ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മൈൻ. ഇതിൽ ഏതോ ഒന്നാണ് അവളുടെ വീട്, ഏതാണാവോ? Sumaki, which floor are you in? Ah, yes. You're vlogging from the walk. Hi. You're vlogging from the walk. ഇതാണ് സുമക്കി. അവിടെ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇതാണ് സുമക്കിയുടെ വീട് ഗൈസ്. ഇവിടെ എന്തൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, നമുക്കിത് ബാക്കി പിന്നെ കാണാം. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മളെല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളാണ് ഗൈസ്. എന്നോട് സുമക്കി പറഞ്ഞു ചീസും ഇതും ട്രൈ ചെയ്ത് നോക്കി. സോ ഐ തോട്ട്
yeah, that's it. Guys, ഞങ്ങൾ പാസ്ത ഉണ്ടാക്കണം ഗൈസ്. 2 മണ്ടന്മാരാണ് ഗൈസ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. Small portion, right? We like the bacon at the end. Yeah, there's one kind of cake with this bacon. It's called Flammkuchen. Flammkuchen, yeah. I think what you told is good. No? Shit. I'm so... ഗൈസ്, അവൾക്ക് ചില്ലറ അസുഖമൊന്നുമല്ല. അവൾക്ക് പ്ലേറ്ററിൽ തന്നെ ഫുഡ് സെറ്റ് ആക്കണം. ഐ എം സെയിങ് ബാഡ് ഓഫ് യു. Why? Yeah. Like all we do like need is to eat. And she's like he's so extra guys. Look at this guy. നിനക്ക് വട്ടാണോ? What happened? Yes, what happened? എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് അവൾ പണിയെടുപ്പിക്കുകയാണ്. Something bad. I'll give you some Nutella. For daily vlog we can use this and all that because see that's more beautiful in this video. Yeah. And people will assume like I'm the alcoholic one. My fault. They're not taking risk. I will do something good. Miss Emma also makes some noodling. There's one snake called Valavalapan Pambu. And the specialty of this Valavalapan Pambu is that if it bites you, before removing a bangle, you'll be dead. Vala means bangle in my my language. And even before removing a bangle, you'll be I dead. think we also have that one in Sri Lanka. What is it called? I exactly don't know. Can you just show me? I think it's Polanga. Bangle moves, you die. Not the bangle bows, idiot. Like, it bits you. It's so poisonous. It's so venomous that even before removing a bangle. Good. Yes, I got it. Then that's the Polanga. Polanga. In India, it's I mean, in Malayalam, it's Valavalapan, and in Sri Lanka, it's Valavalapan. Tell it, Valavalapan. Valavalapan. Valavalappa. Valavalapan. Valavalappan. Me. Let's talk about Anali. Anali. How do you even know Anali is a snake? I can even feel that the word.